അപ്പോൾ എനിക്ക് പ്രസംഗിച്ച് വലിയ പരിചയമൊന്നുമില്ല, ഞാനൊരു പ്രസംഗികനുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരാ ജോലി ഭംഗിയായിട്ട് ചെയ്തോളും. എനിക്കത് കഴിയില്ലാത്തത് കൊണ്ട് എനിക്കറിയാവുന്ന നിങ്ങളെ കാണിച്ചിട്ട് കഴിയാപ്പാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കുഴപ്പമുണ്ടോ? ഓ, ആരൊന്നും മിണ്ടുന്നില്ല. കുഴപ്പമില്ല, അങ്ങനെ ഉറക്കെ പറ. അപ്പോൾ നമുക്ക് എൻ്റെ സഹപ്രവർത്തകൻ ഞാൻ പറഞ്ഞു, സാജൻ പള്ളുരുത്തി ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം മാങ്ങയൊക്കെ അടിച്ചു തന്നതല്ലേ, മാകാരൊക്കെ പറഞ്ഞില്ലേ, പറഞ്ഞോ? അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് മായല്ല, കായാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച അക്ഷരം ഏതാണ് അറിയാമോ? അറിയില്ല എന്നാണ് പറഞ്ഞത്. ആന്ന് പറഞ്ഞ ആൾ കൈവയ്ക്ക്. ആന്ന് പറഞ്ഞ ആരുമില്ല, ആര് കൈവയ്ക്കും? ടീച്ചർമാരും ഒരു കൈവയ്ക്കില്ല. എന്ന് പറഞ്ഞ ആൾക്ക് താഴെ ഒരു പച്ച ബ്ലൗസിട്ട് ഒരു കുട്ടി കൈ കൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് നല്ലൊരു കൈ കൊടുക്കാം. കാരണം മലയാളത്തിലെ ഏറ്റവും മികച്ച അക്ഷരമായാണ്. നാം കണ്ട ഏറ്റവും വലിയ സത്യം അച്ഛൻ തുടങ്ങുന്നതായിലാണ്. നാം കണ്ട ഏറ്റവും വലിയ കാരുണ്യം അമ്മ തുടങ്ങുന്നതായിലാണ്. അമ്മാവൻ, അമ്മായി, അനിയൻ, അനിയത്തി, അളിയൻ ഇതെല്ലാം തുടങ്ങുന്നതായിലാണ്. കൂടാതെ അധ്യാപകരിലായുണ്ട്, പള്ളിയിലച്ഛനിലായുണ്ട്, അയൽപക്കക്കാരനിലായുണ്ട്, അവരുമായിട്ട് അടികൂടിയ അടിയിലായുണ്ട്, ജനാശുപത്രികളുമായുണ്ട്. അപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ അക്ഷരം ആയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് കായിലും മായിലുമാണ്. അതുകൊണ്ടാണ് പണ്ട് കാരണന്മാർ പറഞ്ഞത് കമാന്നൊരക്ഷരം മിണ്ടിപ്പോയത്. കമാന്നൊരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞാൽ നീ സംസാരിക്കരുത് എന്നാണ് അർത്ഥം. കാ മുതൽ മാ വരെ നീ സംസാരിക്കരുത്. അപ്പോൾ ക എന്നുള്ള അക്ഷരത്തെ കുറിച്ച് മാത്രം നിങ്ങളോട് സംസാരിക്കുന്നു. കാരണം മാ എന്ന അക്ഷരം നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു പോയതുകൊണ്ട് ക എന്നുള്ള അക്ഷരത്തിന് എന്താണ് ഇത്ര പവർ വരാൻ കാരണം എന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. കേവൻ കാളിദാസൻ കരകളിൽ കാമി കഥകളെ കത്തുന്നതിൽ കേവൻ കായകളെ കൊച്ചടി കറപ്പിൽ കേവൻ കാത്തിരിക്കണം. കരകളിൽ കൂടുതൽ കാകാരമാണ്. കന്യാകുമാരി, കൊല്ലം, കോവളം, കായംകുളം, കുന്നംകുളം, കൊച്ചി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, കരുനാഗപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, കാക്കാട്, കുട്ടനാട്, കൽപ്പറ്റ, കാരടി, കാഞ്ഞിരപ്പള്ളി, കൊട്ടാരക്കര, കൊയിലാണ്ടി, കരുവാറ്റ, കൽപ്പുവാടി, കൊട്ടിയം, കുടവന, കുട്ടിപ്പുറം, കോതമംഗലം കംപ്ലീറ്റ് കായാണ്. കേരളത്തിലെ പാർട്ടികളിൽ കൂടുതൽ കാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, കട്ടൗട്ട്, കമാനം, കൊടിമരം, കൊടി, കരിക്കൊടി, കത്തിക്കുത്ത്, നല്ലോട്ട്, കള്ളപ്പണം, കൈക്കൂലി, പോറ, കരിഞ്ഞത്, കുമ്പകോണം, കാലുവാന്, കയറ്റുവാന്, പല കുട്ടികൾക്ക് കസേരകൾ, കൊണ്ടുപോയി കേട്ടനാര്, ഈ കെ നാരായണൻ തുടങ്ങി കെ എം മാണിയിലും കോഴയിലും കറൻസിയിലും വിലക്കായാണ്. നമ്മുടെ മനുഷ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യമാണ്. കണ്ണുകാത്, കാലുകാരനെ നമ്മുടെ മുന്നിൽപ്പുഴ, പൊങ്ങി കാഴ്ച, കേൾവി, കാൽപാതക്കാരൻ്റെ ലക്ഷമണി, കശുട്ടി, കാറ്റുപോയാൽ കണ്ണറ അല്ലെങ്കിൽ കബർ കംപ്ലീറ്റ് കാര്യം. ഇത് നമ്മുടെ കലാകാരന്മാരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഴയകാല കലാകാരന്മാരിൽ കൂടുതൽ കാകാരന്മാരാണ്. കൊട്ടാരക്കര കെ പി എം, കാരമല, കുതിരട്ടപ്പം, കുഞ്ഞൻ, കെ പി എസ് എൻ, കെ ടി എസ് പടത്തിൽ, കമലാസൻ, കെ ജെ എസ് കൃഷ്ണൻ, കേതപ്പൻ, കാവേരി, കൽപ്പന, കാർത്തിക, കെ പി എസ് എൻ, കേക്കാട് ജോസ്, കച്ചുദേഹ, കടപ്പുറാമി, കൃഷ്ണകുട്ടിയാരി, കലാഭവമണി, കുഞ്ഞാക്കോൻ, കൃഷ്ണ, കൊടിയൻ കൂടുതൽ കായാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കായിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കൂടുതൽ കായാണ്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങൾക്ക് 2 കായുണ്ട്. അതുകൊണ്ട് കൂട്ടുകുടുംബങ്ങൾക്ക് പവർ കൂടുതലായിരുന്നു. ഇപ്പോഴുള്ളത് അണുകുടുംബങ്ങളാണ്. അണുകുടുംബങ്ങളിൽ എഴുതുമ്പോൾ 1 കായുള്ളൂ. അതുകൊണ്ട് പവർ കുറവാണ്. കൂട്ടുകുടുംബങ്ങളിൽ എന്തൊക്കെ എഴുതുന്നതുകൊണ്ട് കാരണന്മാരോട് ചോദിച്ചാൽ അവർ പറയും കുട്ടികൾ, കോഴികൾ, കാര്യങ്ങൾ, കോഴിക്കോട്, കാര്യക്കോട്, കൂടാതെ കിണർ, കോഴിക്കോട്, കപ്പൂസ്, കണ്ടപ്പടി, കാര്യങ്ങൾ, കോഴി, കസാര, കട്ടിൽ, കിടക്ക, കമ്പളി, കലക്കോട്, അഞ്ചപ്പലക. കൊച്ചികളുടെ കുടുംബമാണെങ്കിൽ പൊതുവും കൂടി കഴിയും. ഇതെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിൽ 1 കായില്ലെങ്കിൽ ആ കുടുംബമാവില്ല. ആ കായുടെ പേരാണ് കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഒരക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റൊരു കാ കടന്നു വരും. ആ കായുടെ പേരാണ് കൂടായ്മ. കൂടായ്മയിലുണ്ടാവുന്ന കുട്ടികൾ കാരണന്മാർക്ക് കഞ്ഞി കൊടുക്കലെന്ന് കൂടി പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ, നിങ്ങളുടെ സമൂഹത്തിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ, നിങ്ങളുടെ സ്കൂളിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ, ക്ലാസ് റൂമുകളിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ. അങ്ങനെ കൂട്ടായ്മയുടെ കരുത്തരാകുന്ന ഒരു സമൂഹമായി മാറട്ടെ കൂട്ടുകയാകട്ടെ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള ഒരാളെ ഞാൻ ഇവിടെ ക്ഷണിക്കാം. ഞാൻ നിങ്ങൾ വെറുതെ വിളിച്ചാൽ വരില്ല. എല്ലാവരോടും വാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വരുള്ളൂ. എല്ലാവരോടും വിളിച്ചേ, വാ എന്ന് പറഞ്ഞ് വിളിച്ചേ. നല്ല സൗണ്ട് കഴിക്കും. ഓക്കെ, ആ വന്നിരിക്കുന്നു ആൾ. എല്ലാവരും തിരിഞ്ഞ് നോക്കണ്ട, ആള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദൃശ്യമായിട്ടാണ് വരുന്നത്. അദ്ദേഹം വന്നിങ്ങനെ കയറുകയാണ്. ആളെ മനസ്സിലായോ? ആമിൻ താത്ത. അവൻ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആളാണ് ആമിൻ താത്ത. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായോ? ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായോ? പിന്നെ ഉണ്ടായോ? ആദ്യമൊക്കെ വീട്ടിൽ വെള്ളം കയറി ഒന്ന് കൈവയ്ക്കേ. ഒരു
ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീട്ടിൽ വെള്ളം കയറി. എൻ്റെ വീട് ആലുവയിലും വെള്ളം കയറി. ആലുവയിലൊക്കെ ടൗണിൽ കൂടെ ഓട്ടോ എടുത്ത് കിടക്കുകയായിരുന്നു ആൾക്കാർ. അങ്ങനെ 2018 വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ഒരു കഥയാണ് നിങ്ങളുടെ പറയാൻ പോണത്. 2018 വെള്ളം പൊങ്ങി നമ്മുടെ വീട്ടിലെ ഏകദേശം അരയ്ക്കൊപ്പം വെള്ളമായി. അപ്പം ഞങ്ങൾ വീരാൻകാരടുത്ത് പറഞ്ഞു, വീരാൻക വാ നമുക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു. അപ്പം വീരാൻക പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വന്നില്ലാന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഈ ചെമ്പോർഗിനി കയറി രക്ഷപ്പെട്ടു. ചെമ്പോർഗിനി എന്താണ്? കാശുള്ള ടീച്ചറൊക്കെ ചെമ്പോർഗിനി പോകും. കാശില്ലാത്ത ഞാൻ ചെവി കയറി നിന്ന് തൊഴിൽ കഴിഞ്ഞ് പോകും. അതാണ് ചെമ്പോർഗിനി. അങ്ങനെ പിന്നെ വെള്ളം പൊങ്ങി ജില്ലായിലത്തെ പേരുടെ മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ വെള്ളമായിട്ട് വന്നു ജില്ലായിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ ജില്ലായിട്ട് പറഞ്ഞു, നീ പൊക്കോ, ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീരാൻകാരുടെ ഉദ്ദേശം എന്തായിരുന്നു? മയ്യത്താവണമെന്നായിരുന്നോ? അല്ല, പുള്ളിയുടെ ഉദ്ദേശം മറ്റേതായിരുന്നു. എന്താ? ഹെലികോപ്റ്റർ. ഈ വെള്ളപ്പൊക്ക സമയത്ത് ഹെലികോപ്റ്റർ ഒന്ന് രക്ഷപ്പെടുത്തുമല്ലോ. ഹെലികോപ്റ്റർ വീടിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ പുള്ളി എപ്പോഴും പറയും, പണ്ടാറങ്ങാണ്ട് ഇതിനകത്തൊന്ന് ചെയ്തിട്ട് മയ്യത്തായാൽ മതി. അങ്ങനെ ഇതൊരു സുവർണ്ണ അവസരമായിട്ട് പുള്ളി അങ്ങനെ എടുത്തു. അങ്ങനെ പുള്ളി അവിടെ കണ്ടിട്ട് ആ ഹെലികോപ്റ്ററിന് വേണ്ടി ഒച്ചപ്പാട് ഉണ്ടാക്കി. ഞാനപ്പോൾ തന്നെ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു. മന്ത്രിയെ പറഞ്ഞു, നെല്ലിട്ട് വിളിച്ചു. നെയ്യൊക്കെ തന്നെ സേവിക്ക് വിളിച്ചു. ശരിയല്ല, ഇത് ഓടിക്കുന്ന ആളിൽ അങ്ങനെ സേവി ചാകിയായിട്ട് ഹെലികോപ്റ്റർ ഓടിച്ചു അവിടെ വീടിൻ്റെ മുകളിൽ വന്നു. പൊന്നുമക്കളെ, ഹെലികോപ്റ്റർ താക്കാൻ പറ്റണ്ട. കാരണം തെങ്ങൊക്കെ കുന്നം പോലെ മുകളിലേക്ക് എത്താനേ ഹെലികോപ്റ്റർ താക്കാൻ പറ്റണ്ട. അവസാനം എന്ത് ചെയ്തു? കയറിൻ്റെ ബോഡി താത്തി കൊടുത്തു. വീരാനിക്കാനടുത്ത് തൂങ്ങി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ വീരാനിക്കാന്ന് തൂങ്ങി കിടന്നു. വീരാനിക്കാനെ പൊക്കി എടുത്ത് രക്ഷപ്പെടുത്തി. പൊന്നുമക്കളെ, ഇതിന് വേറെ വീരാനിക്കാട് കിടന്ന് മയ്യത്താ ഉണ്ടായിരുന്നു നല്ലത്. കാരണം എന്താണെന്നറിയാമോ? വീരാനിക്കൽ ഇങ്ങനെ പൊക്കിയെടുത്ത സമയത്ത് ഈ ഹെലികോപ്റ്ററിൻ്റെ പങ്കേറ്റല്ലോ, ഭയങ്കര കാറ്റാണ്. ഈ കാറ്റത്ത് വീരാനിക്കാട് ഉടുക്കൊണ്ട് പറഞ്ഞെടുത്ത വയ്യാറ്റിട്ടു. വീരാനിക്ക പണ്ടേ സ്വതന്ത്രനായിരുന്നില്ല മക്കളെ. അങ്ങനെ ഈ പ്രതിഷ്ഠേനെ 15 പഞ്ചായത്ത് കാണിച്ച് അവസാനം ചെറായി മലപ്പുറത്തുനിന്ന് കമ്മാർ പോയി കളഞ്ഞു. വൈകുന്നേരം ഇപ്പോൾ ടി വിയിൽ വാർത്ത വന്നേക്കുന്നു, വെള്ളപ്പൊക്കത്തിൽപ്പെട്ട മദാമ്മമാർ. ഞാൻ നോക്കിയപ്പോൾ ടി വിയിൽ നിൽക്കുന്ന മുതലേ മദാമ്മമാരുടെ പുറകെ. എൻ്റെ മാനം കപ്പലേറായിരിക്കാൻ എൻ്റെ പുള്ളിയൊരു മദാമ്മയുടെ തൊപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പിൽ പോയിട്ടാണെങ്കിലൊക്കെ എന്നാ രസം. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവിമാപ്പായിരുന്നു അമ്മായിയും മരുമകളൊക്കെ വളർന്നു പിടിക്കുന്നത്. എന്ത് സന്തോഷത്തിലാണ് വർത്താനം പറയണം. ഒരു സ്നേഹം അവിടെ, ഒരു സമാധാനം അവിടെ. ബൈക്കില്ല, വൈകാരികത ഒന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തുണിക്കെട്ട് വരും. തുണിക്കെട്ട് വരുമ്പോൾ പെണ്ണുങ്ങളുടെ ഇടിയാങ്ങൾ തുടങ്ങും. ചില ചിലർ ഉപയോഗിക്കുക, ചിലർക്ക് സാരി കിട്ടി, ചിലർക്ക് ബ്ലൗസ് കിട്ടി, ചിലർക്ക് ചുരിദാർ കിട്ടി. അങ്ങനെ ഓരോ സാധനത്തിലേക്ക് നമ്മൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടി 2 ലെഗിൻസ്. എൻ്റെ കിട്ടിയൊന്നും തിരിഞ്ഞ ലെഗിൻസ് ഞാനിട്ടാ കയറൂലേ. ആദ്യമൊക്കെ ഈ ലെഗിൻസൊക്കെ നടക്കാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇത് മിക്സിനകത്ത് അടിച്ചിട്ട് തേച്ച് പിടിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായത് നെയ്യം വെച്ചുള്ളൊരു പരിപാടിയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ആകാശം ഓടാൻ ഇതോടുകൂടി അവസാനിച്ചു, നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് പതിയെ വരുന്ന അടുത്ത സാധനം കൊറോണ അല്ലേ. ഈ കൊറോണ സമയത്ത് മാസ്ക് വയ്ക്കാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസ് പിടിക്കൂലേ. എത്രയായിരുന്നു ഫൈൻ? എത്ര ഫൈൻ? 1000. അവന് കിട്ടിയിരുന്നു 500 അല്ലേ? ഒരു 500 അല്ലേ? 500 500. പക്ഷെ വീരാനിക്കൊക്കെ 1500 രൂപ കിട്ടി ഫൈൻ. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ വീരാനിക്ക മാസ്ക് വയ്ക്കാണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കവല ചെന്ന് നിൽക്കുന്ന സമയത്ത് പോലീസ് വഴി കൊണ്ട് കവലയിട്ട് മാസ്ക് അവർ ആദ്യം വയ്ക്കും. അപ്പോഴാണ് വീരാനിക്ക ആലോചിച്ചത്, അമ്മ മാസ്ക് വെച്ചിട്ടില്ലോ. പുള്ളി അതിന് ഉടമോട്ട് ഇങ്ങനെ പൊട്ടി മാസ്ക് വരെ കൊടുത്തു. അപ്പോൾ മാസ്ക് വയ്ക്കാത്തതിന് 500, പോലീസിനെ മുൻതൂക്കി കാണിച്ചതിന് ബാക്കി 500. അപ്പോൾ കഴിഞ്ഞില്ല 1500 ഇല്ലല്ല. ഇല്ല. കഷ്ടകാലത്തിന്, പുള്ളിയുടെ കഷ്ടകാലത്തിന് പുള്ളി അതിന് ചേർന്ന് കറുത്ത ഡ്രൈവറായിരുന്നു. പോലീസിനെ കൈകൂടി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ബാക്കി 500. ഇപ്പോൾ കറക്റ്റായില്ലേ? കറക്റ്റായോ? ആയിരത്തി കയ്യടിച്ചേ. എന്നാ പോട്ടെ പൊക്കട്ടെ. നാമിട്ടാ തന്നെ നിങ്ങൾ ടാറ്റ പറഞ്ഞു കിട്ടോ. ടാറ്റ പറഞ്ഞു പോകട്ടെ. ടാറ്റ ബൈ ബൈ ഓക്കെ. ഇനി എൻ്റെ കൂടെ വരാമെന്ന് ഏറ്റിരുന്ന ഇപ്പം ഈ ബിനുവിൻ്റെ സുഹൃത്ത് ജയദേവ് കരവും അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹം ഓക്കെ. അപ്പോൾ പരിപാടി അവതരിപ്പിക്കുന്നത് എം ജി ശ്രീകുമാറാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ദേവാമരം അല്ലേ? ദേവാമരം. പേടിക്കണ്ട, അടുത്തത് ഇന്നൊരു കളിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇന്നത്തെ ദിവസം സുവർണ ലിപിയിൽ എഴുതിയിരുന്ന സാഹിത്യങ്ങളുടെ സ്റ്റേജിൽ ഓക്കെ. ഈ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എം ജി ശ്രീകുമാറാണ്. കണ്ടസ്റ്റൻസ് ദേവാമരാണ്. നമുക്ക് പരിപാടിയിലേക്ക് പോവാം. Several TV policies in many nations
ഇതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ പൊന്നാമന കണ്ണീരുള്ളിയായിട്ടുള്ള ദേവാനന്ദാണ്. ദേവാനന്ദൻ നല്ലൊരു ടീമാണ് കറിയേണ്ടത്. ഈ പരിപാടിയുടെ സൃഷ്ടിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10,000 രൂപ സമ്മാനം കിട്ടുന്നത് 10,000 അങ്ങനെ 10,000 പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈദ്യുതി സമ്മതമുണ്ട് അവർ പേടിച്ചിട്ട് അവർക്ക് പറയുന്നത്. അപ്പൊ 10,000 സമ്മാനം കിട്ടുന്ന പരിപാടിയാണ്. ഈ പരിപാടിയുടെ ചോദ്യത്തിന് എല്ലാ ചോദ്യത്തിലും ഗെയിമായിട്ട് ഞാനാണ് 10,000 കിട്ടുക. ഇടയ്ക്ക് വെച്ച് ചോദ്യത്തിന് വിട്ടുപോയി 10,000 കിട്ടും. ഓക്കെ, നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ആദ്യത്തെ എൻട്രി ക്വസ്റ്റ്യൻ പേടിക്കുന്നതാണെന്ന് പേടിക്കില്ല. എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആരംഭിച്ച ഗാനം ആരംഭിച്ചു. നേരത്തെ പറയാം. ഉത്തരം അറിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അതുകൊണ്ട് ചെവി പറഞ്ഞാൽ ഓക്കെ. ഉപയോഗിക്കാൻ ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആരംഭിച്ച ഗാനം ആരംഭിച്ചു. ചെയ്യുക എനിക്ക് സ്വതന്ത്രം പറയാനാണ് എനിക്ക് സ്വതന്ത്രം ഓക്കെ. ഞാനെന്റെ മുഖത്തേക്ക് സംശയിക്കും. ഞാൻ പോകില്ല. എന്റെ ഭാര്യനെ വിളിക്കുന്ന പേരിൽ പബ്ലിക്കായിട്ട് പറയുന്നതാണ്. ശരിക്കും ഉത്തരം എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ആളാണ്. ഇപ്പൊ ബെറോസ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. ആരാ? കറക്റ്റ് ആൻസറാണ്. 1000 രൂപ സമ്മാനം വേണ്ടിയിരിക്കുന്നത് മോഹൻലാൽ. ചിത്രം എന്ന ഞാൻ ആരംഭിച്ച കാലം മോഹൻലാൽ ആരംഭിക്കുന്നതിനാണ് സിനിമയിൽ കാണുന്നത്. 1000 രൂപ സമ്മാനം വേണ്ടിയിരിക്കുന്നത് നമ്മൾ കൈകൊടുക്കുക. അതായത് അനുഭവം കിട്ടിയ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. 5000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. സ്വാമിനാഥ പാടുന്നത് പോലെ പാടാം. മനോഹരമായിട്ട് പറഞ്ഞത് ഐഡിയസാക്സികൾ പറയുന്നില്ലേ? ചോദ്യമാണ്. സ്വാമിനാഥൻ ഉപയോഗിച്ച പരിപ്പ് ഏതായിരുന്നു? എ തുവരപ്പരിപ്പ്, ബി കടലപ്പരിപ്പ്, സി സോളപ്പരിപ്പ്. ചരിത്രമാണ് ആരല്ല പരിപ്പ്. എന്നാലും നമുക്ക് സമ്മാനം കൊടുക്കാം. 5000 രൂപ സമ്മാനം വേണ്ടിയിരിക്കുന്നു. നല്ലൊരു കാര്യമാണ്. അടുത്തത് ഒരു കുസൃതി ചോദ്യമാണ്. 7500 രൂപ സമ്മാനം കിട്ടുന്ന കുസൃതി ചോദ്യമാണ്. ഇതിൽ ഫോണിൽ ഫ്രണ്ടിലേക്ക് വിളിക്കേണ്ടത്. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. ശരിയല്ലേ? രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? മമ്മൂട്ടി. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുമോ? രാജമാണിക്യം ഓട്ടോ തെറ്റാണ്. അറിയില്ല. അതിന് ചോദ്യം ഇല്ലാണ്ട് പോകും. ചോദിച്ചോ? അറിയാമോ? ചോദ്യം ശ്രദ്ധിക്കുക. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? ഞാൻ ചോദിച്ചതാണ്. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? പക്ഷേ സിനിമയിൽ നായകൻ മോഹൻലാലാണ്. അവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എന്നാലും അതിന് ഇവിടെയാണ് കൊടുക്കുന്നത്. പല കാര്യങ്ങളില്ല. അതിന് 10,000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ കിട്ടും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 20 കിട്ടിയ പൈസ കൂടെ പോയി കിട്ടും. ഓക്കെ. ഇവിടെ എന്തെങ്കിലും ചെണ്ട കൊണ്ട് എഴുതുന്നുണ്ട്? ചെണ്ട കൊടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ വെടിക്കോളുണ്ട്? ചെണ്ട കൊടുക്കുന്നതായിരിക്കും. ഇല്ല. പിന്നെ ചെണ്ട കൊടുക്കില്ല. അത് പ്രിൻസിപ്പലിന്റെ ചവിടിക്കുന്നതാണ്. പോയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മലയാള സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സൗഹൃദം നേടിത്തന്ന സിനിമയാണ് ചെമ്മീൻ. ചെമ്മീൻ എന്ന സിനിമയെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണ്? സലീം ചൗധരി.
ചോദ്യം അതല്ല കേട്ടോ. ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? രാഘുകാരാണ്. രാഘുകാരാണ്. ചോദ്യം ശ്രദ്ധിച്ചോ. ചെമ്മീൻ എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ആരാണ്? അത് ചോദിച്ചു പറഞ്ഞില്ല. പക്ഷെ ചോദ്യം അതല്ല. ചെമ്മീൻ എന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചത് ആരാണ്? പറഞ്ഞു പക്ഷെ അതല്ല ചോദ്യം. ചെമ്മിനെ പറ്റി എനിക്ക് പഠിച്ചുകൊണ്ട് പരിചയിക്കാൻ പോകല്ലേ ഉറപ്പാണ്. ഞാൻ ചോദ്യം എടുത്തു. ചെമ്മീൻ എന്ന സിനിമയുടെ വായ്പോസ്റ്ററിന് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചത് ആരാണ്? അറിയാമോ? ഉത്തരം അറിയാമോ? ഉത്തരം അറിയാമോ? അറിയില്ല. സന്തോഷമായി. അപ്പൊ കൃത്യമായിട്ട് അറിയാതിരിക്കുന്ന താല്പര്യമുണ്ടോ? താല്പര്യമുള്ളത് കഴിയുകയും പറയുന്ന താല്പര്യമുണ്ട്. അത് ഞാൻ പറയാൻ പോവുകയാണ്. ചെമ്മീൻ എന്ന സിനിമയുടെ വാൾ പോസ്റ്റ് എന്ന പ്രസക്തിലേക്ക് ചേർത്തല ബസ് സ്റ്റാൻഡിൽ മറ്റേതല്ല ശശി. അത് ശശികപൂറായാലും ശശികരുവായാലും ശശിമാല ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ നല്ലൊരു കഴിയുന്നത് രാജരാജശ്രീ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഒരു കുട്ടിയുടെ സർവതോന്മുഖമായ പുരോഗതി, ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്, അതിനു പറ്റുന്ന ഈ സരസ്വതി ക്ഷേത്രാങ്കണം ഇവിടെ പങ്കെടുക്കുന്ന, ഇതിൽ പഠിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന ഓരോ കുഞ്ഞുമക്കളും എന്നെ ഉള്ളിപ്പാവാട പ്രായമുള്ള കുയിലെ വെള്ളിമാലത്തെ പൂമുളം കുയിലെ ചക്ര ചക്ക ചക്ക ചില ചിലകടിച്ചൊരു കാളമ്പുള്ള ചിലപ്പൂ മരുള്ള മായക്കിളി കാക്കത്തമ്പ്രാട്ടി എന്റെ നീല കുയിലെ എന്നെ അനുരാഗ കരിമിഴി കുയിലെ ഉള്ളിപ്പാവാട പ്രായമുള്ള കുയിലെ വെള്ളിമാലത്തെ പൂമുളം കുയിലെ പഞ്ചമിക്കിളി കൊണ്ടൊരു ചില ചിറകടിച്ചൊരു കാളമ്പുള്ള